കേരളത്തിലെ പുതിയ കണക്കുകൾ പ്രകാരം ഒരു വ്യക്തിയെ പണക്കാരൻ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന് 75,000 രൂപയോ അല്ലെങ്കിൽ അതിനു മുകളിലോ മാസ വരുമാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബ്രാൻഡഡ് കാറും ബ്രാൻഡഡ് ഡ്രസ്സും വാച്ചും അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ ചില ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ പറയും അദ്ദേഹം ഭയങ്കര പണക്കാരനാണ്. ശരിയാണ്, അദ്ദേഹം പണക്കാരനാണ്, കാരണം അദ്ദേഹത്തിന് 75,000 രൂപയ്ക്ക് മുകളിൽ പ്രതിമാസ വരുമാനമുണ്ട്. പക്ഷേ മറ്റൊരു കാറ്റഗറി ഉണ്ട്, അതാണ് വെൽത്തി എന്ന് പറയുന്നത്. കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഒരു പേഴ്സൺ വെൽത്തി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 കോടി രൂപയുടെ അസറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവാം, പല ബിസിനസിന്റെ ഡിവിഡൻഡുകൾ അദ്ദേഹം ഓൺ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ അദ്ദേഹം പണിയൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അസറ്റ് കൊണ്ട് പ്രതിമാസം ഒരുപക്ഷെ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള വ്യക്തികൾ ഉണ്ടാവാം. അവരെയാണ് നമ്മൾ വെൽത്തി എന്ന് പറയുന്നത്. ഒരു പണക്കാരന്റെ അല്ലെങ്കിൽ റിച്ച് എന്നുള്ള കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രതിമാസ വരുമാനം നിലച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്ലാനും താളം തെറ്റുന്നുള്ളതാണ്. പക്ഷേ വെൽത്തി ആയിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ അസറ്റിൽ നിന്നുള്ള പാസീവ് ഇൻകം കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ റിച്ച് എന്ന് പറയുന്നത്, പണക്കാരൻ എന്ന് പറയുന്നത് വെറും ഫ്ലാഷി ആയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ്. വെൽത്തി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാർഡ് ടു മേക്ക് ബട്ട് ഇറ്റ്സ് അൺസ്റ്റോപ്പബിൾ എന്നുള്ളതാണ്. ഒരു വ്യക്തി പാവപ്പെട്ടവനിൽ നിന്ന് പണക്കാരൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറാൻ വേണ്ടി വലിയ സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല. നേരെ മറിച്ച് ഒരു വ്യക്തി പണക്കാരൻ എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് വെൽത്തി എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറുവാൻ വേണ്ടിയിട്ടാണ് കൃത്യമായ ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ആവശ്യകതയുള്ളത് എന്നുള്ളതാണ്. സോ വെൽത്തി ആവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. അടുത്ത 1 വർഷം കൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മികച്ചതാക്കാൻ നിങ്ങൾക്ക് ഇത് സഹായകരമാകും.